More than 70 varieties of mango trees here. അതിൽ നമുക്ക് മിയാസാക്കി, നാംടോക്കുമായി, നടശാല മുതൽ വെള്ളമൂവാണ്ടൻ, മല്ലിക, ഹിമപസന്ത്, ബംഗനപ്പള്ളി, സിന്ദൂരം, അൽഫോൺസ, കാലാപ്പാടി, ഗുദാദത്ത്, മഹാജനക്ക്, ബനാന മാങ്കോ എന്ന് പറയും, R2E2 ഉണ്ട്, ജംബോ റെഡ്, സൂപ്പർ ക്യൂൻ ഉണ്ട്, റെഡ് ഐവറി ഉണ്ട്, ചന്ദ്രക്കാരൻ, ചക്രക്കുട്ടയൊക്കെ ട്രഡീഷണൽ വെറൈറ്റികളാണ്. പക്ഷേ ആവശ്യം നമുക്ക് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വെറൈറ്റികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. 25 acres മോർ ദാൻ 1500 കോക്കനട്ട് ട്രീസ്, ദെൻ അരക്കിനട്ട് ആൾസോ ഹിയർ, ദെൻ 100 varieties of fruit plant also here, 250 jackfruits is here, 1200 mango trees. ത്രൂ ഔട്ട് ഇയറിലേക്ക് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പൾപ്പ് നമുക്ക് പല യൂസ് ചെയ്യാൻ പറ്റും. അതായത് മിൽക്ക് ഷേക്കിന് ചെയ്യാൻ പറ്റും, പായസം ചെയ്യാൻ പറ്റും, പിന്നെ പനാക്കോട്ട ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് പനാക്കോട്ട മാങ്കോ ഫെസ്റ്റ് സമയത്ത്. എപ്പോഴും ത്രൂ ഔട്ട് ഇയറിൽ നമുക്ക് ഈ പൾപ്പ് വെച്ചിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റാണ്. ഇത് എത്ര ഉണ്ടെങ്കിലും നമ്മുടെ മാങ്കോ ഫെസ്റ്റിന് തികയത്തില്ല. നമ്മൾ വാല്യൂ അഡീഷൻ ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എങ്ങനെയായാലും ഒരു 15 lakhs നമുക്ക് വരും. പക്ഷേ ചിലവ് കഴിച്ചിട്ട് എങ്ങനെയായാലും 10 lakhs നമുക്ക് ഈ വാല്യൂ അഡീഷനിലൂടെ തന്നെ കിട്ടും. നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതലാണ് മാങ്കോയ്ക്ക്. ഇൻഓർഗാനിക് ചെയ്യുമ്പോൾ നമുക്ക് ഈൽഡ് കൂടുതലായിരിക്കും, പക്ഷേ മരത്തിന് ആയുസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഗാനിക്കലി ചെയ്യുവാണെങ്കിൽ മരത്തിന് ആയുസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ചെയ്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ തേങ്ങയ്ക്ക് വില കുറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങയിൽ കിട്ടും. പിന്നെ നട്ട്മഗുണ്ട്, പിന്നെ വാഴയുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ട്, ഇടവിളകളുണ്ട്, അപ്പം മഞ്ഞൾ കൃഷിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എണ്ണത്തിൽ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൾട്ടി ക്രോപ്പ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് 2021-22 കേരള സർക്കാരിൻ്റെ കർഷക തിലക അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അർഹയായത്. നമ്മളുടെ ഇത് ബൗണ്ടറികളിൽ നമുക്ക് തേക്കുണ്ട്, മഹാഗണിയുണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ കാറ്റോ മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ അത് തടയും. இவங்களை போல நீங்களும் பப்பாளி, கொய்யா, பலா, தென்னை, வாழை, டிம்பர்னு உங்க தோட்டத்தை வடிவமைச்சு நல்ல லாபம் ஈட்ட வர ஜூன் 14 நம்ம ஈஷா காவேரி கூக்குரல் இயக்கம் தென்னிந்திய பழங்கள் மற்றும் உணவுக்காடு அப்படின்ற மாபெரும் திருவிழா மற்றும் கண்காட்சி நம்ம திருச்சி SRM கல்லூரியில் நடத்துறாங்க. நீங்களும் இந்த மாபெரும் திருவிழாவில் கலந்துக்க ஸ்கிரீன்ல தெரியுற நம்பருக்கு கூப்பிடுங்க.